ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ മർക്കോസ് അബ്രോനോട് എഴുതപ്പെട്ട കർത്താവിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 50-ാമത്തെ തിരുവചനം. അവിടെ ഇപ്രകാരം കർത്താവ് യേശുമിശിഹാ പറയുകയാണ്, ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉപ്പ് ഉറവിട്ട് പോയാൽ എന്തുനിന്നാൽ അതിന് രുചിയുള്ളതാക്കപ്പെടും. നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, നിങ്ങൾ പരസ്പരം സമാധാനത്തിൽ ഇരിക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു വലിയ ഉപദേശമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉപ്പ് രസമുള്ളവരായിരിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ഉള്ളിൽ എപ്പോഴും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചിന്തകൾ, യേശുക്രിസ്തുവിൻ്റെ രീതികൾ നമ്മുടെ ഉള്ളിൽ നിറയണം. കർത്താവിൻ്റെ സ്വത്വം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നാമമാത്ര ക്രിസ്ത്യാനികളായിരിക്കാനല്ല, നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയായി ക്രിസ്തുവിൻ്റെ ഒരു അനുയായിയായി തീരുവാൻ നമുക്കിടയാകട്ടെ. എപ്പോഴും നമ്മളെ കാണുന്ന ഒരു വ്യക്തിക്ക് ക്രിസ്തുവിനെ കണ്ട പ്രതീതി ഉളവാകുവാനിടയാകട്ടെ. എപ്പോഴും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകപ്പെടട്ടെ. ദൈവാശ്രയ ബോധമുള്ള, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലായി നമുക്ക് മാറാം. അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.